പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്ന പെയിന്റർമാർ, റെന്റ് ഷോപ്പുകാർ, അങ്ങനത്തെ പ്രൊഫഷണൽ വർക്കേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രഷർ വാഷറാണ് ഇത്. ടോയോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ, ടോയോ ടി ബ്ലൂ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 150 ബാറിന്റെ പ്രഷർ വാഷറാണ്. 2200 വാട്ട്സ് ആണ് ഇതിന്റെ മോട്ടോർ പവർ വരുന്നത്. ഇതൊരു ഹെവി ഡ്യൂട്ടി പ്രഷർ വാഷറാണ്. നമുക്ക് ത്രൂ ഔട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെവി ഡ്യൂട്ടി പ്രഷർ വാഷർ. പിന്നെ പോർട്ടബിൾ ആണ്. അപ്പോൾ നമുക്ക് 2 വീലർ തന്നെ എടുത്തുകൊണ്ട് പോകാം. പക്ഷേ വെയിറ്റ് ഉണ്ടാവും, ഒരു 10-16 കിലോ വെയിറ്റ് വരും. പക്ഷേ ത്രൂ ഔട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ നോസിൽസ് ആണ് വെച്ചിരിക്കുന്നതല്ല. ഇതാണ് മെഷീൻ. ഇത് അത്യാവശ്യം ഹെവി ടൈപ്പ് മെഷീനാണ്. ബ്രാസിന്റെ ഹെഡാണ്. അപ്പോൾ ബ്രാസിന്റെ ഹെഡിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പായൽ പിടിക്കുക, അല്ലെങ്കിൽ സ്റ്റെയിൻസ് വരിക, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല. നമുക്ക് ഇതിന്റെ വാൾവുകൾ മാത്രം ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. പിന്നെ പ്രഷർ ചെക്ക് ചെയ്യാനുള്ള മീറ്റർ റീഡിംഗ് കൊടുത്തിട്ടുണ്ട്. എത്ര ബാറാണ് വർക്ക് ചെയ്യുന്നത് അറിയാം. അതുപോലെ തന്നെ പ്രഷർ കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു നോസിൽ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓയിലിന്റെ ലെവൽ കറക്റ്റായിട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും ഹെവി മെഷീൻസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പ്രഷർ നമ്മൾ അത്രത്തോളം ഡെവലപ്പ് ചെയ്യുമ്പോൾ അത്രത്തോളം വാട്ടർ കൺസംഷൻ കൂടും മെഷീനിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണ ഓസിലൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്ന ചില സ്ഥലത്ത് വാട്ടറിന് പ്രഷർ കുറയും, ഇൻലെറ്റ് വാട്ടറിന്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മെഷീൻ ഓട്ടോമാറ്റിക്കലി ചൂടാവും. അതായത് മെഷീൻ പ്രഷർ ഡെവലപ്പ് ചെയ്യേണ്ട അത്രയും പ്രഷർ ഇൻലെറ്റ് ഹോസിൽ കൂടെ വെള്ളം വരുന്നില്ലെങ്കിൽ മെഷീൻ ഓട്ടോമാറ്റിക്കലി ഓവർ ഹീറ്റ് ആവും. അപ്പോൾ അത് വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, നോർമലി നിങ്ങൾ ഇത് തന്നെ പൈപ്പിൽ തന്നെ കണക്ട് ചെയ്യുക. ഏതെങ്കിലും കാരണവശാൽ പ്രഷർ ഈ ഇൻലെറ്റ് പ്രഷർ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കമ്പനി തന്നെ ഒരു ഓസ് തരുന്നുണ്ട്. അപ്പോൾ ഈ ഓസിനകത്ത് ബക്കറ്റിനകത്ത് വെള്ളം എടുത്തിട്ട് ഇത് ബക്കറ്റ് ഇട്ട് കൊടുത്താൽ മെഷീൻ ആവശ്യമുള്ള വെള്ളം മെഷീൻ തന്നെ എടുത്തോളും. അപ്പോൾ അതാവുമ്പോൾ മെഷീന് വേറെ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും വരില്ല. അത് വാട്ടർ കണക്ഷൻ കൊടുക്കുന്നതിനകത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ പൈപ്പിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കുമ്പോൾ പൈപ്പിൽ നിന്ന് ഫ്ലോ കുറവാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. അപ്പോൾ മെഷീന് വേറെ ചൂടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിലിപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് ഓട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നടുക്ക് വരുന്ന ഓഫ്. പിന്നെ ഉള്ളത് മാനുവലാണ്. മാനുവൽ എന്ന് പറഞ്ഞാൽ മെഷീൻ ഫുൾ ടൈം റണ്ണിങ് തന്നെ ആയിരിക്കും. ഗണ്ണും ഇതുമായിട്ട് ബന്ധം കാണില്ല. ഗണ്ണിൽ നമ്മൾ വിട്ടാലും വിട്ടില്ലെങ്കിലും മെഷീൻ വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ലോങ് ടൈം യൂസിനൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം കട്ട് ഓഫ് ഇഷ്യൂസ് ഈ മെഷീനിൽ കുറഞ്ഞിരിക്കും. അതിനുവേണ്ടിയാണ് ഈ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഗണ്ണിൽ നിന്ന് വിട്ടാലും മെഷീൻ റണ്ണിങ് ആണ്. ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ മെഷീനോട് ഓഫായി. ഇപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വരുമ്പോൾ മെഷീൻ കിട്ടുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ അഡ്ജസ്റ്റ് സ്പാനർ ഇട്ട് അഴിക്കുക, ലെങ്ത് കൂട്ടാനുള്ള നോസിൽ പിടിപ്പിക്കുക. ഇത് നമ്മൾ അഴിച്ചു വെച്ച നട്ട് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് പിടിപ്പിക്കുക. 5 നോസിൽ വെച്ചാൽ അതിൽ പച്ച ആണ് അത്യാവശ്യം പ്രഷർ ഉള്ളത്. 25 ഡിഗ്രിയിൽ പ്രഷർ പോകും. അതായത് വി പോലെ ഇത്രയും രീതിയിൽ പോകും. ഓരോ നോസിൽ എടുക്കുന്നതനുസരിച്ച് ഇപ്പോൾ വെള്ളം എടുക്കാൻ കുറച്ചും കൂടെ വീതി കൂടും. റെഡ് സൂചി പോലെ. അപ്പോൾ ഓരോ നോസിനനുസരിച്ചാണ്. ഏറ്റവും കൂടുതൽ എല്ലാവരും എടുക്കുന്നത് പച്ചയാണ് പെയിന്റർമാരൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. എത്ര പെട്ടെന്ന് ക്ലീൻ ആകും. അപ്പോൾ പ്രഷർ കൂടുന്നുള്ള ഗുണം ഇതാണ്. പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. മറ്റേ നമ്മൾ 3-4 പ്രാവശ്യം ഇവിടെ അടിക്കുമ്പോൾ ഇത് 1 ടൈമിൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഗ്രീനിനെ കാട്ടിയും കുറച്ചും കൂടെ പ്രഷർ കൂടുതലാണ് ഓറഞ്ച്. അതായത് 50 ഡിഗ്രിയാണ്. അത് ഇത്രയും വീതിയിലായിരിക്കും ക്ലീൻ ആവുന്നത്. അപ്പോൾ ഞാൻ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ വീതി ഈ രീതിയിലാണ്. പ്രഷർ കൂടിയ മെഷീൻസ് യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണമാണ് ഇതല്ല. ഇത് യെല്ലോ, ഇത് ഒരു 40 ഡിഗ്രിയാണ്. കുറച്ചുകൂടി വീതി കൂടിയായിരിക്കും ഇത് വർക്കാവുന്നത്. സൂചി പോലത്തെ നോസിലാണ്. ഇത് വരുന്ന ഹൈറ്റിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ. ഏറ്റവും പ്രഷർ കൂടിയ നോസിലാണ്. ഇത് നമുക്ക് കൈയൊന്നും വെച്ച് നോക്കാൻ പറ്റാത്ത രീതിയിൽ പ്രഷർ വരുന്നതാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് തിരുവനന്തപുരത്ത് ഗ്ലോബ് എന്റർപ്രൈസസ് എന്ന് പറഞ്ഞ ഷോപ്പാണ്.